അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർഹപ്പെടാത്തവർക്ക് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അർഹപ്പെട്ട ആൾക്ക് കൊടുത്തതല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ സക്കാത്തിനെ മടക്കി കൊടുക്കേണ്ടതുണ്ടോ, ആ സക്കാത്തിനെ വീണ്ടും മടക്കി കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ചിട്ട് ഹദീസിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാനബിനും യസീദ് ബിനു മാൻ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു തആല അൻഹുമ അവർ അർഹപ്പെടാത്തവർക്ക് സക്കാത്ത് കൊടുത്തു പോയി. പിന്നെ അവർക്ക് മനസ്സിലായി അത് ശരിയല്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ലക മാനവൈത്ത, നീ നിയത്ത് ചെയ്തത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, ഒരു പണക്കാരനാണ് സക്കാത്ത് കൊടുത്തതെന്ന് സക്കാത്ത് കൊടുത്തതിന് ശേഷം മനസ്സിലാക്കി. പിന്നെ അദ്ദേഹത്തിനോട് പോയി മടക്കി വാങ്ങേണ്ടതില്ല. അദ്ദേഹം കഴിവുള്ള ആളാണെന്ന് മനസ്സിലായാലും വിരോധമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവ്യക്തമായ ശിർക്ക് ചെയ്യുന്ന ആളാണോ അല്ലേ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത, അതേസമയത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതായി ഗണിക്കപ്പെടുന്ന ആൾക്കാർക്കൊക്കെ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യക്തമായി, അല്ലെങ്കിൽ പിന്നെ മനസ്സിലായി അദ്ദേഹം ശരിക്ക് തൗഹീദ് മനസ്സിലാക്കിയ ആളല്ല എന്ന് മനസ്സിലായാൽ ആ സക്കാത്ത്, അദ്ദേഹത്തിന് കൊടുത്ത സക്കാത്തിനെ പിന്നെ മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സമയത്ത് നല്ല നീയത്തോടു കൂടി കൊടുത്തതായിരുന്നു. നിനക്ക് നിൻ്റെ നീയത്തനുസരിച്ച് പ്രതിഫലം കിട്ടും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ എന്ന അടിസ്ഥാനത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിലും അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ചും അതിൽപ്പെട്ടതാണ് ഷെയ്ഖ് ഇബ്നു ബാസും ഉസൈമീനൊക്കെ മടക്കി കൊടുക്കേണ്ടതില്ല എന്നതാണ്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.